2024 മലയാള സിനിമ എന്നതാ ഇത്? മലയാള സിനിമയ്ക്ക് ഇത് പോളി വർഷമാണ്. അത് തെളിയിക്കുന്ന മറ്റൊരു കിടിലം പടം കൂടി. പ്രവീൺ വിശ്വനാഥും സംജാദും രചന നിർവഹിച്ച് സംജാദ് സംവിധാനം ചെയ്ത് രഞ്ജിത്ത് സജീവ്, ദിലീഷ് പോത്തൻ, സിദ്ദിഖ്, ചിന്നു ചാന്ദിനി തുടങ്ങിയവർ അഭിനയിച്ച ഗോളം എന്ന ക്രൈം ത്രില്ലർ സിനിമയെ കുറിച്ചാണ് ഇന്ന്. ഒറ്റ വാക്കിൽ ഒരു കിടിലൻ ത്രില്ലിംഗ് അനുഭവം. ട്രെയിലർ കാണുന്ന പോലെ ഒരു മരണവും അതിന്റെ അന്വേഷണവും ഒക്കെയാണ് ഗോളം. ഇൻട്രോ, ടൈറ്റിൽസ് ഒക്കെ കഴിയാനുള്ള ഒരു 10 മിനിറ്റിന് ശേഷം വേറെ ലാഗ് ഒന്നും ഇല്ലാതെ ഡയറക്റ്റ് ആയിട്ട് പ്രധാന സംഭവത്തിലേക്ക് കടക്കുകയാണ്. അവിടെ തൊട്ട് തീരുന്നത് വരെ പ്രേക്ഷകരെ ഹുക്ഡ് ആക്കി നിർത്താൻ സിനിമയ്ക്ക് സാധിക്കുന്നുണ്ട്. ഒരു ഓഫീസ് സ്പേസിൽ മാത്രം നടക്കുന്ന കഥ, ആ ഒരു സംഭവം 2 മണിക്കൂർ ഇങ്ങനെ പ്രേക്ഷകരെ പിടിച്ചിരുത്തുക എന്നത് വലിയൊരു ടാസ്ക് തന്നെയാണ്. അത് സ്ക്രിപ്റ്റിന്റെ മികവ് തന്നെയാണ്. സോ ഗംഭീരമായിട്ടുള്ള സ്ക്രിപ്റ്റ് തന്നെയാണ് ഈ പടത്തിന്റെ ഏറ്റവും വലിയ പോസിറ്റീവ്. ആ ഒരു ഇന്റർവെൽ ബ്ലോക്ക് വരുന്ന ടൈം, അപ്പോഴത്തെ ആ ഒരു സീനൊക്കെ കിടുവായിരുന്നു. പെർഫോമൻസിൽ ആദ്യം തന്നെ എടുത്തു പറയാനുള്ളത് ASP സന്ദീപ് കൃഷ്ണയായിട്ട് വന്ന രഞ്ജിത്ത് സജീവിന്റേതാണ്. ആ ഒരു ആറ്റിറ്റ്യൂഡ്, ബോഡി ഫിറ്റ്നസ് ഒക്കെ ആ ഒരു റോളിന് പക്കാ സ്യൂട്ടബിൾ ആയിരുന്നു. അദ്ദേഹം ഭാവിയിലെ ഒരു താരമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഹി നെയിൽഡ് ഇറ്റ്. ദിലീഷ് പോത്തനും അലൻസിയറും അവര് മുമ്പ് ചെയ്തിട്ടുള്ള പല കഥാപാത്രങ്ങളെയും ഓർമ്മിപ്പിക്കുന്ന ഒരു റോളിലാണ് വന്നിട്ടുള്ളതെങ്കിലും അതുപോലെ കിട്ടിയ റോൾ അവരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. കഥയിൽ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു കഥാപാത്രമായിട്ട് സിദ്ദിഖ് വരുന്നുണ്ട്. ആ ഒരു കഥാപാത്രം സിനിമയ്ക്ക് തരുന്ന ഇമ്പാക്റ്റും വളരെ വലുതാണ്. കുറെ താരങ്ങളുണ്ട് കേട്ടോ. പോലീസായിട്ട് സുധി കോഴിക്കോട്, പിന്നെ രാജീവായിട്ട് വന്ന അൻസൽ പള്ളുരുത്തി, പുള്ളിയുടെ പേര് സ്പെഷ്യലായിട്ട് മെൻഷൻ ചെയ്യണം. ബട്ട് പടത്തിലെ ശരിക്കുമുള്ള താരങ്ങൾ എന്ന് പറയുന്നത് ചിന്നു ചാന്ദിനി ഉൾപ്പെടെയുള്ള ആ IT ഓഫീസിലെ ഉദ്യോഗാർത്ഥികളായിട്ട് വന്ന 13 പേരായിരുന്നു. എല്ലാവർക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. എല്ലാവരും കിടുവായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ചില മാസ് മൊമെന്റ്സിനൊക്കെ തിയേറ്ററിൽ അത്യാവശ്യം നല്ല കൈഡിയായിരുന്നു. ലിമിറ്റഡ് സ്പേസിൽ നടക്കുന്ന കഥ ഒട്ടും മുഷിപ്പിക്കാതെ അവതരിപ്പിക്കുന്നതിൽ ഇതിന്റെ ക്യാമറയും എഡിറ്റിംഗും നിർവഹിച്ച പങ്ക് വളരെ വലുതാണ്. നല്ല ക്വാളിറ്റിയുള്ള ഔട്ട്പുട്ട് ആയിരുന്നു. ഛായാഗ്രഹണം വിജയും, എഡിറ്റിംഗ് മഹേഷ് ഭുവനേന്ദുമാണ് നിർവഹിച്ചിട്ടുള്ളത്. പടത്തിന്റെ BGM സിനിമയുടെ ആ ഒരു ത്രില്ലിംഗ്, ആ ഒരു മൂഡിനെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. എബീസ് ആൽവിൻ തോമസ് ആണ് പടത്തിന്റെ മ്യൂസിക് ഡയറക്ടർ. ഇതിലെ ഒരു സംഭവമുണ്ട്, അത് ഞാൻ പറയുന്നില്ല, പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലർ ആയിപ്പോ. ആ ഒരു പ്രത്യേക ഭാഗം എനിക്ക് ഭയങ്കര രസമായിട്ട് തന്നെ തോന്നി. ശരിക്കും ത്രില്ലടിപ്പിക്കുന്ന കുറച്ച് പോർഷൻസ്. എനിക്ക് കുറച്ച് ഇംഗ്ലീഷ് ഫിലിംസ് ഒക്കെ ഓർമ്മ വന്നു കേട്ടോ. പിന്നെ ലാസ്റ്റിലെ ഒരു ചിരിയൊക്കെ ഭയങ്കര സാറ്റിസ്ഫൈങ് ആയിരുന്നു എന്ന് പറയാം. എങ്കിലും അവസാനം കുറച്ച് ഓവർ സ്പൂൺ ഫീഡ് ചെയ്ത പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചില്ലറ ലോജിക്കൽ പ്രശ്നങ്ങളൊക്കെ അവിടെയൊക്കെ തോന്നുന്നുണ്ടെങ്കിലും അതൊന്നും പടത്തിന്റെ ആസ്വാദനത്തെ ബാധിക്കുന്നില്ല. സംവിധായകന്റെ ആദ്യത്തെ സിനിമയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഒരു നവാഗത സംവിധായകന്റെ യാതൊരു പതർച്ചയും പടത്തിന്റെ മേക്കിങ്ങിലില്ല. സൈനയുടെ യൂട്യൂബ് ചാനലിലൊക്കെ ട്രെയിലർ വന്നതുകൊണ്ടാണോ എന്തോ ആളുകൾക്ക് ഈ പടം ഒരു തിയേറ്റർ മെറ്റീരിയൽ ആയിട്ട് ഫീൽ ചെയ്തില്ല എന്നൊരു സംശയം എനിക്കുണ്ട്. ഒരുപക്ഷെ രഞ്ജിത്ത് സജീവിനെ പോലെ താരതമ്യേന പുതുമുഖമായിട്ടുള്ള ഒരു നായകനായതും അതിന് കാരണമാവാം. ബട്ട് ഗൈസ്, പുള്ളി ഇതിൽ പൊളിയാണ്, പെർഫെക്റ്റ് ആണ്. താരങ്ങൾക്കപ്പുറം യഥാർത്ഥത്തിലുള്ള താരം സ്ക്രിപ്റ്റ് ആണല്ലോ, അത് ഈ പടവും തെളിയിക്കുന്നുണ്ട്. ആകെ മൊത്തം ടോട്ടലിൽ ഒരു മികച്ച ക്രൈം ത്രില്ലറാണ് ഗോളം. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇറ്റ്സ് എ മസ്റ്റ് വാച്ച് ത്രില്ലർ എന്ന് ഞാൻ പറയും. ത്രില്ലർ പ്രേമികൾ പടം മിസ് ചെയ്യേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ അർത്ഥഗോളമാണ് കേട്ടോ. അതായത് ഇതിന്റെ ബാക്കി പകുതിക്ക് വേണ്ടി നമ്മൾ സെക്കൻഡ് പാർട്ടിനായിട്ട് കാത്തിരിക്കേണ്ടി വരും. ഐ ആം വെയിറ്റിംഗ്.